സൈക്കോ സെഷൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത് പല വൃക്ഷങ്ങളാണ് കേട്ടോ. മാവിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഗാർഡനാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ഗെയ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പോത്തങ്കോട് നിന്നും നമ്മുടെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്ക് വയ്യേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഒരു 3 മുക്ക് ജംഗ്ഷനാണ്. വയ്യേറ്റ് ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തെ അവിടെ നിന്ന് നമുക്ക് വലത്തോട്ട് പോവുകയാണെങ്കിൽ വെമ്പായം ഒക്കെ പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വല സൈഡിലായിട്ടുള്ള ലിറ്റിൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളടുത്ത് അത് പറയേണ്ടിയിരിക്കുന്നു. നമ്മളുടെ മാവുകളുടെ കളക്ഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു ഗാർഡനാണ് ഈ ലിറ്റിൽ ഗാർഡൻ കേട്ടോ. നമ്മുടെ ഈ ഏരിയയിൽ നമ്മൾ കായ്ഫലം കൂടുതലായിട്ട് നമ്മൾ കായ്ഫലത്തോടു കൂടിയൊക്കെ ഒരുപാട് കൊണ്ടുപോകാൻ കഴിയുന്ന മാവ് തൈയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാവാണെങ്കിലും നല്ല സൈസുള്ള നല്ല നമുക്ക് എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടിയോടുകൂടി നിൽക്കുന്ന തൈകൾ, നല്ല സൈസുള്ള തൈകൾ നമുക്ക് അതുപോലെ കൊണ്ട് നട്ട് നമുക്ക് കായ്ഫലം അതുപോലെ തന്നെ നേടാൻ കഴിയുന്ന ഒരു സംഭവം, ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും കളക്ഷൻസ് കൂടുതലാണ് മാവിൻ്റെ ആണെങ്കിലും പ്ലാവിൻ്റെ ആണെങ്കിലും. അതുകൂടാതെ തന്നെ വേറെ നമ്മുടെ നാരകം, പിന്നെ നാരകം, മറ്റേ മാതളം, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഓറഞ്ച് ഐറ്റം ഉണ്ട്. അതുകൂടാതെ മുല്ല, പിച്ചി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് മുളക് തൈകളാണ് കേട്ടോ. മുളക് തൈ അവർ പാവിയിരിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ കറ്റാർ വാഴ, മുല്ല, പിച്ചി, പിന്നെ ചീര, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ കളക്ഷൻസ് അവരിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കൃഷിയാണ് കേട്ടോ. കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സാധാരണ നമ്മുടെ ഫലവൃക്ഷ തൈകളും, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ പച്ചക്കറി തൈകളും ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പച്ചക്കറി തൈകൾക്കും ഇവിടെ നമുക്ക് വന്നാൽ കിട്ടുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാനിവിടെ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കുരുമുളകിൻ്റെ തൈ, പിന്നെ അതുകൂടാതെ തന്നെ ശീമച്ചക്ക, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ കോവ, ഇതേപോലെയൊക്കെ ഉള്ള ഒരുപാട് ഐറ്റം തൈകൾ ഇവിടെ ഞാൻ കണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ടിഷ്യൂ കൾച്ചർ, വാഴ, കമുക്, പിന്നെ തേക്ക്, പ്ലാവിൻ്റെ തന്നെ പല ഇനത്തിലുള്ള പ്ലാവുകളുണ്ട്. നമ്മുടെ പേര തന്നെ പല ഇനത്തിലുള്ള പേര, പിന്നെ നെല്ലി, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ സപ്പോട്ട, ഇങ്ങനെയുള്ള, പിന്നെ മുന്തിരി, ഇതേപോലെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് കാണാനിടയായി. നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വനം നിൽക്കുന്നതിനേക്കാണ് നിൽക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതായത് നിങ്ങൾ കണ്ടല്ലോ, കുരുമുളകാണ് ഇത്. കുറ്റി തൈയാണ്. ഈ തൈയിൽ തന്നെയാണ് കുരുമുളക് കാച്ചു നിൽക്കുകയാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നിൽക്കുന്നതിലെല്ലാത്തിലും നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫലങ്ങളൊക്കെ അതിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങയൊക്കെ ആണെങ്കിൽ നാരങ്ങ പിടിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ ഇത് ശീമച്ചക്ക, ഇതും ശീമപ്ലാവ്, ഇതും ബഡ്ഡിങ് പ്ലാവാണ്. പിന്നെ നമ്മുടെ ആത്തി, അങ്ങനെയുള്ള ഐറ്റം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് തെറ്റിയാണ് കേട്ടോ. പല ഐറ്റം തെറ്റികൾ അത് വളരെ മനോഹരമായിട്ട് ഒരു സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോഡ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ആൾക്കാർക്ക് കാണാൻ കഴിയുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ ബേക്കിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ് മാവുകളുടെ കളക്ഷൻ, പൂത്ത് നിൽക്കുന്ന മാവുകൾ. അത്രയും നല്ല കളക്ഷൻസിലാണ് മാവ് നിൽക്കുന്നത് കേട്ടോ. ഇത് നോക്കിയേ, ഇത് മാവാണ്, ഫുള്ള് മാവും തൈയാണ്. ഈ തൈകളിൽ എല്ലാത്തിലും പൂവൊക്കെ നിൽക്കുന്നുണ്ട്. പൂവ് പൂത്ത് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ നിങ്ങൾ മനസ്സിലാവുമായിരിക്കുമല്ലോ അത് അത്രയും റേറ്റ്. ഇത് 4000, 6000, 3000 ആ റേഞ്ചിലൊക്കെ ഉള്ള 6500, 7000 റേഞ്ചിലുള്ള മാവ് തൈകൾ വരെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കുറഞ്ഞ 250 രൂപ ആ റേഞ്ചിലുള്ളതും ഉണ്ട് കേട്ടോ. അത് കൊച്ചു തൈയാണ്. പിന്നെ വലിയ തൈകളെന്ന് പറയുമ്പോൾ കാശുകൊണ്ട് നിൽക്കുന്ന ഇപ്പോഴും കായ്ഫലമുള്ള തൈകളും ഇവിടെ ഉണ്ട്. അത് ഇതുപോലെ തന്നെ വണ്ടിയിൽ കയറ്റി വെച്ച് വിടുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ആവശ്യമുള്ളവർ വന്നാൽ, അല്ലെങ്കിൽ ഈ നമ്പർ നമ്മൾ ആദ്യം കാണിച്ചിരുന്ന നമ്പറുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ
അവരതിനുള്ളത് അവരെത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വളവും ചെടിച്ചട്ടി ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരൻ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങൾ വീഡിയോ ഉറപ്പായിട്ടും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ FBയിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുത്തത് വളമാണ് കേട്ടോ. നമ്മൾ ചെടി നടാനുള്ള വളവും കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നിങ്ങൾ കാണേണ്ട ഒരുപാട് ഫലവൃക്ഷങ്ങളാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ.